പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നയനയെ ആകെ അവഗണിച്ച് വല്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നയന നിൽക്കുന്നത്. തീരെ നയനയെ ആദർശ് മൈൻഡ് ചെയ്യുന്നില്ല. ഒടുവിൽ ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല, അനന്തപുരി തറവാട്ട് വിട്ട് എന്നേക്കുമായി പോയേ പറ്റുകയുള്ളൂ. എന്നെ കാണുന്നത് പോലും ആദർശേട്ടന് ഇപ്പോൾ വെറുപ്പാണ്. അതുകൊണ്ട് ഇനി ഒരു നിമിഷവും പോലും ഞാൻ ഇവിടെ നിൽക്കില്ല എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് നയന അനന്തപുരി തറവാടിൻ്റെ പടികളിറങ്ങുകയാണ്. കണ്ണീരോടെയാണ് അവൾ ഓരോ പടികളും ഇറങ്ങിയത്. ആ കാഴ്ച കണ്ട് സന്തോഷത്തോടു കൂടി നോക്കി നിന്ന് രസിക്കുകയാണ് അനാമികയും ജലജയും ജാനകിയും ഒക്കെ. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, കണ്ടോ മോളെ അവൾ ഇറങ്ങിപ്പോകുന്നത്. നിന്റെ അമ്മയെയും അച്ഛനെയും ഒക്കെ വല്ലാണ്ട് അവൾ ഉപദ്രവിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടുമുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ശിക്ഷയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. മോൾ അത് കണ്ട് സന്തോഷിക്ക്. ആ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെയുള്ള ഒരു അവസരം ദൈവമാണ് നമുക്ക് കൊണ്ടു തന്നത്. കാരണം ദൈവം നമ്മുടെ കൂടെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അബി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ജലജയോടായിട്ട് പറയുന്നുണ്ട്, അമ്മ അങ്ങ് വല്ലാതെ അങ്ങ് സന്തോഷിക്കേണ്ട. അവൾ ഇവിടെ നിന്ന് പോകുന്നതും വരുന്നതൊന്നും സാധാരണയല്ലല്ലോ. അവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴേ തന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആളുകൾ പോവുകയും അവളെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും. അതുകൊണ്ട് ഇത് കണ്ടൊന്നും സന്തോഷിക്കാൻ നിൽക്കണ്ട. അവൾ നാളെ തന്നെ ഇങ്ങോട്ട് തിരിച്ചെത്തും, അമ്മ നോക്ക് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, ഓ നിന്റെ കരിനാക്ക് വളച്ച് ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട. അവൾ എന്നേക്കുമായി പോയതാണെന്നാണ് തോന്നുന്നത്. ദൈവം ഇപ്പോൾ നമ്മുടെ കൂടെയാണ്, അല്ലാതെ ഇങ്ങനെയൊരു കാഴ്ച കാണാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല എന്നൊക്കെ പറയുകയാണ് ജലജ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസവും ഒക്കെ നിങ്ങളെ രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അബി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് നയന തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ആ സമയത്ത് അച്ഛൻ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ നീ തിരികെ തന്നെ വന്നത്? അതും നീ ബാഗൊക്കെ ആയിട്ടാണല്ലോ വന്നത്. എന്താ ആദർശമായിട്ടുള്ള പിണക്കം ഒന്നും ഇതുവരെ മാറിയില്ലേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അച്ഛൻ എനിക്കൊരു നിമിഷം പോലും ഇനി അവിടെ നിൽക്കാൻ സാധിക്കില്ല. ആദർശേട്ടൻ എൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ അവിടെ ഉള്ളത് ആദർശേട്ടൻ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. എന്നെ കാണുന്നത് പോലും ഇപ്പോൾ ദേഷ്യമാണ്. അതുകൊണ്ട് ഇനി ഞാൻ അവിടെ നിൽക്കുന്നതിന് അർത്ഥമില്ല എന്നൊക്കെ പറയുകയാണ് നയന. അങ്ങനെ ഈ ഒരു വാർത്ത കേട്ടിട്ട് നയനയുടെ അച്ഛൻ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത്? കുറച്ച് നീ സഹിച്ച് നിന്ന് കഴിഞ്ഞാൽ ആദർശിൻ്റെ പിണക്കമൊക്കെ മാറും. ഇപ്പോഴുള്ള പിണക്കം ഉണ്ടാവുകയുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളും. നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത്, ഇനി ഒരിക്കലും എനിക്ക് അതിന് സാധിക്കില്ല. കാരണം ആദർശേട്ടൻ അത്രയ്ക്കും എന്നെ അവഗണിക്കുന്നുണ്ട്. എന്നോട് അത്രയ്ക്കും ഇഷ്ടവും താല്പര്യമില്ലാതായിരിക്കുകയാണ്. അവിടെ ഡിവോഴ്സ് എന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്കതൊന്നും സഹിക്കാൻ പറ്റില്ല അച്ഛാ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഈ ഒരു വാർത്ത കേട്ടിട്ട് നയനയുടെ അച്ഛൻ ഗോവിന്ദന് നെഞ്ചുവേദന വരികയാണ്. അങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ് നയന. അതേസമയം ദേവയാനി നയന പോയതിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് സത്യം എന്താണ് എന്നുള്ളത് എല്ലാവരോടും തുറന്നു പറയണം, എന്നാലേ ശരിയാവുകയുള്ളൂ. അല്ലാഞ്ഞാൽ എൻ്റെ മോളെ എല്ലാവരും ഒരു ഒറ്റപ്പെട്ട രീതിയിലായിരിക്കും ഇനി കാണുക. അവളെ എല്ലാവരും അകറ്റി നിർത്തുകയുള്ളൂ. അതൊന്നും എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരോടും എല്ലാ കാര്യവും തുറന്നു പറയണം. അവൾ രാജകുമാരിയായിട്ട് ജീവിക്കേണ്ടതാണ് എന്നൊക്കെ തീരുമാനിക്കുകയാണ് ദേവയാനി.